ഇന്ന് പുതിയൊരു റീൽ റിയാക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ രവിചന്ദ്രൻ യുടെ ഒരു വീഡിയോ ആണ്. അതിലേക്ക് നമുക്ക് പോകാം. ഓക്കെ. പീഡോഫീലിയ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? വേറെ എന്തെങ്കിലും റീസൺ കൊണ്ടാണോ പീഡോഫീലിയ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഹോമോസെക്ഷൽ എങ്ങനെ അംഗീകരിക്കും? ഈ ചോദ്യങ്ങൾ താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇതൊരു വലിയൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഈ ഹോമോസെക്ഷലും പീഡോഫീലിയയിലും ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അല്ല, ഇതില് ബേസിക്കലി അതിന്റെ ഒരു കണ്ടക്സ്റ്റ് മനസ്സിലാക്കണം. പൊതുവെ എന്തുകൊണ്ടാണ് ഈ ചോദ്യം വരുന്നത് വെച്ചാൽ, ഇവര് ഹോമോസെക്ഷുവാലിറ്റിക്ക് അനുകൂലമായിട്ട് ഒരുപാട് വാദങ്ങൾ പറയാറുണ്ട്. എന്താ വെച്ചാൽ അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, അതേപോലെ തന്നെ ഒരാളുടെ ലൈംഗിക താല്പര്യം അങ്ങനെയാണെങ്കിൽ അത് അത് അയാളാണല്ലോ തീരുമാനിക്കുന്നത്. മാത്രമല്ല അത് മാറ്റാൻ പറ്റാത്തതാണ്. പൊതുവിൽ ഇപ്പൊ ഉള്ളൊരു എന്താ വെച്ചാൽ ലൈംഗിക താല്പര്യങ്ങൾ ഒരിക്കലും മാറ്റാൻ പറ്റാത്ത സോളിഡ് ആയ ഒരു സാധനമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ അവർക്ക് സെക്ഷൽ ലൈഫ് വേണ്ടേ? അതാണ് ഏറ്റവും വലിയ ഇമോഷണൽ ആർഗ്യുമെന്റ് അതാണ്. ഞങ്ങൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് ലൈംഗിക ജീവിതം എല്ലാം ഞങ്ങൾ ജീവിക്കണോ വേണ്ടതെന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ആർഗ്യുമെന്റുകളാണ് എന്ത് ചെയ്യുന്നത്. അതുപോലെ തന്നെ പഴയ കാലത്തതല്ല, ഇപ്പം കാലം മാറുന്നതിനനുസരിച്ച് ധാർമ്മികത മാറും. പണ്ടത്തെ കുറെ നിയമങ്ങൾ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യരുത്, ഇവരുടെ എതിർക്കാൻ വരരുത്, ഇവരുടെ ജീവിതമാണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഈ ആർഗ്യുമെന്റുകളാണ് ഹോമോസെക്ഷുവാലിറ്റിക്ക് പൊതുവിൽ ഇത്തരം ആളുകൾ മുന്നോട്ട് വെക്കാറുള്ളത്. ഇപ്പം അതിലൊരു പ്രശ്നം സംഭവിച്ചെന്താ വെച്ചാൽ, ഇവര് ഹോമോസെക്ഷുവാലിറ്റിക്ക് അനുകൂലമാണ്, പക്ഷെ പീഡോഫീലിയക്ക്, അതായത് കുട്ടികളുമായി, ചെറിയ കുട്ടികളോട് മാത്രം ലൈംഗികത തോന്നുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് എന്ത് ചെയ്യാണ്, ഇവരെതിരാണ്. അതേപോലെ തന്നെ ബെസ്റ്റാലിറ്റി അല്ലെങ്കിൽ സൂഫീലിയ, പോലെയുള്ള നെക്രോഫീലിയ പോലെയുള്ള കാര്യങ്ങൾക്ക് ഇവരെതിരാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ അത്ര പുരോഗമിച്ചിട്ടില്ല സമൂഹം അതിൽ എവിടേക്ക് എത്തിയിട്ടില്ല. യൂറോപ്യൻ രാജ്യങ്ങളിൽ കുറച്ച് ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്, കുറച്ച് ആളുകൾ എത്തിയിട്ടില്ല. അപ്പൊ അങ്ങനെ സമൂഹം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഇപ്പോഴത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ പീഡോഫീലിയക്കോ അതുപോലെ തന്നെ നെക്രോഫീലിയക്കോ ബെസ്റ്റിയാലിറ്റിക്കോ ഒന്നും അനുകൂലമായൊരു മാനസികാവസ്ഥയല്ല പൊതുവിലുള്ളത്. അപ്പൊ അതിനെ എതിർക്കണം. ഒരു നാസ്തികരുടെ പൊതുവായ രീതി അതാണ്. അതായത് സമൂഹം എന്ത് ഇതാക്കുന്നോ അതിനനുസരിച്ച് നല്ലത്, അതിനപ്പുറത്തേക്ക് ഒരു ധാർമ്മികത ശരിക്കും ബേസിക്സ് ഇല്ല. ഞങ്ങളുടെ അടിസ്ഥാനം ഇതായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു വാദം ഉന്നയിക്കണം, അല്ലെങ്കിൽ ഞങ്ങളുടെ ധാർമ്മിക പൊസിഷൻ ഇതാണെന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റൂല. എന്താണോ സൊസൈറ്റിയിൽ എല്ലാവരും അംഗീകരിക്കുന്നത് അത് സ്വീകരിക്കാനേ പറ്റുള്ളൂ. പറ്റൂല. പക്ഷെ ഇതിൽ വരുന്ന പ്രശ്നം എന്താ വെച്ചാൽ, ആളുകൾ ഇത് ലോജിക്കലി അപ്രോച്ച് ചെയ്യുമ്പോൾ രണ്ടും ഒരേപോലെ സാധനങ്ങളായിട്ടാണ് തോന്നുന്നത്. കാരണം ഇപ്പുറത്തെ നമ്മളെ പിന്നെ പറയുന്ന ലോജിക്ക് ഇതേപോലെ ആളുകൾ സ്വാഭാവികമായിട്ട് അപ്ലൈ ചെയ്യും. അപ്പൊ അത് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. അതിപ്പോ നമ്മള് മനുബ്രോ ഒക്കെ വിബ്രോന്റെ ഒപ്പം ഉണ്ടായിരുന്ന മനുബ്രോ ഒക്കെ പറഞ്ഞത് എന്താ വെച്ചാല്, അല്ലെങ്കിൽ ഈ ഹോമോസെക്ഷുവാലിറ്റി ഇന്ത്യയിൽ നിയമവിരുദ്ധമാക്കിയപ്പോൾ പറഞ്ഞെന്ന് വെച്ചാല്, നമ്മുടെ കഴിഞ്ഞ ലിറ്റ്മസിന് ഒരു പ്രഭാഷകൻ ഇൻസെസ്റ്റിനെ വലിയ തോതിൽ ന്യായീകരിച്ച് ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. ഇപ്പൊ റീസെന്റ് ആയിട്ട് അതേ പ്രഭാഷകൻ തന്നെ പീഡോഫീലിയെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി, വലിയ തോതിൽ ചർച്ചയാവുകയുണ്ടായി. ഈ ഹോമോസെക്ഷുവാലിറ്റി ഇന്ത്യയിൽ നിയമവിരുദ്ധമാക്കിയപ്പോൾ പറഞ്ഞെന്ന് വെച്ചാൽ, അങ്ങനെ നിയമവിരുദ്ധമാക്കിയ ഒരു കാലം, അല്ലെങ്കിൽ നമ്മൾ ഈ ഹോമോസെക്ഷുവാലിറ്റി നിയമവിരുദ്ധമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ, അത് വലിയ പ്രയാസമായിട്ട് നമ്മൾ കണ്ടിരുന്നത്. ഇപ്പം നമ്മൾ വലിയൊരു വിജയമായിരിക്കുകയാണ് നിയമവിധേയമാക്കി ഹോമോസെക്ഷുവാലിറ്റി. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ആഘോഷിക്കണം, ശരി തന്നെയാണ്. പക്ഷെ ഇപ്പം നമ്മൾ ഈ കൊട്ടിഘോഷങ്ങളും ആഘോഷങ്ങളും ഇത് അവസാനിക്കാൻ ഉള്ളൊരു സമയമായിട്ടില്ല. ഇത് പൂർണ്ണതയിലേക്ക് എത്തപ്പോഴാണ് പെഡോഫീലിയ അഥവാ ഇപ്പൊ പറഞ്ഞ ശിശുരീതി കൂടി നിയമവിധേയമാക്കുമ്പോഴാണ്. അത്തരത്തിൽ വാദിക്കുന്ന ഒരുപാട് ആളുകൾ കൂടി ഉള്ളതാണ് ഈ സ്പെക്ട്രം. അതായത് എൻ്റെ താല്പര്യം അത് എൻ്റെ അതേ സെക്സിനോട് ലൈംഗികമായി ബന്ധപ്പെടാനാണ് എന്നതിന് അങ്ങനെയെങ്കിൽ എനിക്കതിനുള്ള അവകാശം ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ, എനിക്കൊരു കുട്ടിനോടാണ് താല്പര്യമെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരിക്കലും ഒരു മൃഗത്തോടാണ് താല്പര്യമെങ്കിൽ അതിനുമുള്ള അവകാശമുണ്ട് എന്ന് പറയുന്ന ആളുകൾ ഉണ്ടെന്നുള്ള, അവർക്കുള്ള സ്പേസും കൂടി ഇതേ ആർഗ്യുമെന്റിനുള്ളുണ്ട്, ഇതേ ലോജിക്കിനുള്ളുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. മുപ്പര് ഒരു എസ്സേ ക്വസ്റ്റൻ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ എസ്സേയിലൂടെ എന്താണ് മുപ്പര് പറയാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ബാക്കി കാണാം. അതായത് ഈ ഹോമോസെക്ഷൽ എന്ന് പറയുമ്പോൾ ബേസിക്കലി അതിന്റെ ഉള്ളടക്കം എന്താണ്? പരസ്പരം താല്പര്യമുള്ള രണ്ട് പേര്, നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രായപൂർത്തിയായ രണ്ട് പേരാണ് അല്ലെ, അവർ തമ്മിലുള്ള ലൈംഗിക ബന്ധം അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള ഇന്ററാക്ഷൻ, അത് മറ്റൊരാൾക്ക് കുഴപ്പമുണ്ടാകുന്നില്ല, മറ്റൊരാളുടെ അവകാശം ഹനിക്കുന്നില്ല, അവർക്ക് പരസ്പരം ഇഷ്ടമാണ്, അല്ലെ, അവർക്ക് താല്പര്യമുണ്ട്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, അത് നമ്മളെ ബിസിനസ് അല്ല, അത് അവർ ചെയ്യട്ടെ, അവർക്ക് അതിനുള്ള, നമ്മളുടെ ഹെട്രോസെക്ഷൽ, നമ്മളത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഹെട്രോസെക്ഷൽ എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള ലൈംഗിക താല്പര്യങ്ങൾ പിന്തുടരാമെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് ഹോമോസെക്ഷൽ അങ്ങനെ ചെയ്യാമല്ലോ. അപ്പം അവിടെ ആ പ്രശ്നമില്ല. ഇനി എന്താണ് പീഡോഫീലിയ? പീഡോഫീലിയ എന്ന് പറഞ്ഞാൽ ഈ ചെറിയ കുട്ടികളോട് മുതിർന്നവർക്ക് തോന്നുന്ന താല്പര്യമാണല്ലോ ഉദ്ദേശിക്കുന്നത്. ആ താല്പര്യം വന്നു, ഓക്കെ, ബയോളജിക്കലായിട്ട് വന്നു, നിങ്ങളുടെ തലച്ചോറിൽ അങ്ങനെ വന്നു, കുട്ടികളോട് താല്പര്യം വന്നു, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ സോഷ്യലി അക്സെപ്റ്റബിൾ, ബിക്കോസ് കുട്ടികൾ അവിടെ ആയിട്ടുള്ള അവർക്ക് ശേഷിയില്ല, അത് ലേൺ കൺസെന്റ് അല്ല, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യമില്ല, അവരോട് ചെയ്യുന്ന കാര്യത്തിന്റെ പരമ്പരാഗതകളോ അതിന്റെ കാര്യങ്ങളോ പോലെ, ഈവൻ ഇഫ് ദേ ലൈക്ക് ഇറ്റ്, ദേ ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു അസർടൈൻ
ഇതില് അദ്ദേഹം ആദ്യം ഹോമോസെക്ഷുവാലിറ്റിക്ക് അനുകൂലമായിട്ട് പറഞ്ഞ ന്യായങ്ങളുണ്ട്. അത് രണ്ടാളുകളാണ്, ഉം. അവരുടെ ഇഷ്ടമാണ്, അതെ. അത് മറ്റാളുകളെ ബാധിക്കുന്നില്ല, ബാധിക്കാത്തിടത്തോളം കാലം മറ്റാരും അതിൽ ഇടപെടേണ്ടതില്ല. ആവശ്യമില്ല. ഈ പറഞ്ഞ 4 കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റൂല, അതേപടി പീഡോഫീലിയയിലേക്ക് കൊടുക്കാൻ പറ്റൂല. അപ്പൊ അവര് മൂപ്പര് എന്ത് ചെയ്യണം, പുതിയൊരു പിന്നെ കാരണം ഈ 4 കാര്യങ്ങളും അതേപോലെ പെഡോഫീലിലും കിടക്കുന്നുണ്ട്. Yes. അവരുടെ ഇഷ്ടമാണ്, വേറെ ആരെയും ബാധിക്കുന്നില്ല എന്നുള്ള കാര്യമൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അത് പുതിയൊരു സാധനം കൊണ്ടുവരാൻ. അതെ. അപ്പൊ അവിടെ കൺസെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ട് കൺസെന്റ് എന്നുള്ളത് ആളുകൾ നേരെ വിചാരിക്കും, ആ ശരിയാണല്ലോ, കൺസെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രായപൂർത്തി ആളുകൾക്ക് മാത്രം കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് പീഡോഫിലിയയിൽ ഇല്ലല്ലോ. വളരെ ലോജിക്കായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് മൂപ്പര് അത് സോൾവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി നമുക്ക് അസർട്ടൈൻ അതിന്റെ ഒരു മെറിറ്റ് അസർട്ടൈൻ ചെയ്യാനായിട്ടുള്ള പൊസിഷനിലല്ല അവർ. അപ്പോൾ അവരെ കൺഫേംഡ് കൺസെന്റ് എന്ന് പറയുന്നത് തന്നെ ഇൻഫോംഡ് കൺസെന്റ് ആവണമെന്നില്ല. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ കൺസെന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ അതൊരു വലിയ ക്രൈമാണല്ലോ, ഭയങ്കര മഹാക്രൈമാണ്, കുട്ടികൾക്കെതിരെയുള്ള ഒരു പീഡനം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ ഈ പറഞ്ഞ ബയോളജിക്കലായിട്ട് ഹോമോസെക്ഷലായിട്ട് താല്പര്യം തോന്നുന്ന പോലെ കുട്ടികളോട് താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം തോന്നി എന്നുള്ളത് കൊണ്ട് നിങ്ങളെ ശിക്ഷിക്കുക എന്നുള്ളതിനോട് യോജിക്കാൻ സാധിക്കില്ല. അപ്പൊ ഇവിടെ മൂപ്പര് പറയുന്നത് വെച്ചാൽ കുട്ടികൾക്ക് എന്തില്ല, അവർക്ക് അത് അറിയാനുള്ള കൺസെന്റ് കൊടുക്കാനുള്ള ഒരു അതിന്റെ അടിസ്ഥാനം എന്താ ചോദിച്ചാൽ, കുട്ടികൾ എന്ന് പറയുന്നത് ചെറിയ ആളുകളാണ്, അവർക്ക് ഇത് ചിന്തിക്കാൻ കഴിവില്ല. അതുകൊണ്ട് തന്നെ അവരൊരു 18 വയസ്സിന് ശേഷം 18 വയസ്സാകുമ്പോൾ ഓൺ ആകുന്ന എനേബിൾ ആകുന്ന ഒരു ഫീച്ചറാണ് ഈ കൺസെന്റ് കൊടുക്കാനുള്ള എബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിയമപരമായിട്ട് അത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത് നമ്മൾ ഏത് കോണ്ടെക്സ്റ്റിലാണ് ഇത്തരത്തിലുള്ള വാദങ്ങൾ പറയുന്നത് എന്നുള്ളതാണ്. കാരണം ഇതുപോലെ തന്നെയായിരുന്നു എന്ത് ഹോമോസെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഉണ്ടായിരുന്നത്. ഇവിടെ സൊസൈറ്റിയിൽ ഒരുപാട് നിയമങ്ങൾ ഉണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ ഈ ഹോമോസെക്ഷുവാലിറ്റി പോലുള്ള കാര്യങ്ങൾ ഒരു സ്വാഭാവികതക്കെതിരായിട്ടുള്ള ലൈംഗികതയാണ്, അത് ശരിയല്ല, അതിനൊരുപാട് കോൺസിക്വൻസുകൾ ഉണ്ട്, അല്ലെങ്കിൽ അത് ശരിയല്ലാത്തൊരു കാര്യമാണ് എന്നൊക്കെയുള്ള ഒരുപാട് സൊസൈറ്റൽ നോംസ് ഉണ്ടായിരുന്നു. ആ നോംസിനെയൊക്കെ, അതായത് സൊസൈറ്റി ഉണ്ടാക്കി വെച്ചിട്ടുള്ള, നമ്മളെയൊക്കെ റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടി സൊസൈറ്റി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇത്തരം ബന്ധനങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വിപ്ലവം തീർക്കാം, സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാം, നമുക്ക് ഇൻക്ലൂസീവ് ആകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ LGBT ആക്ടിവിസവും ഇത്തരം ഈ ഹോമോസെക്ഷുവാലിറ്റിക്ക് വേണ്ട വാദങ്ങളും വന്നിട്ടുള്ളത്. ഇനി ഇവർ എന്ത് ചെയ്യാണ്, ഇപ്പൊ പീഡോഫീലിയെ എതിർക്കാൻ ഇതേ രൂപത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയും. സൊസൈറ്റിയിൽ എന്തുണ്ട്, നമ്മൾ അദ്ദേഹം ഇടക്കിടക്ക് ആവർത്തിക്കുന്നത്. അപ്പൊ ഈ നമ്മൾ എന്ന് പറയുന്ന സൊസൈറ്റി ഉണ്ടാക്കി വെച്ച ഒരു നിയമമാണ് ഹെട്രോസെക്ഷൽസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ രൂപത്തിൽ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ എന്ത് ചെയ്യണം, പീഡോഫീലക്കാരും അംഗീകരിക്കണം. മുമ്പ് ഏതുപോലെ ഹെട്രോസെക്ഷൽസ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് സൊസൈറ്റൽ നോംസ് ഹോമോസെക്ഷൽസ് ആയിട്ടുള്ള ആളുകൾ അംഗീകരിക്കേണ്ടതുപോലെ എന്ന് പറഞ്ഞതുപോലെ അത് ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ. അതേപോലെ ഈ പറഞ്ഞ മുതിർന്നവരോടൊക്കെ ലൈംഗികത തോന്നുന്ന ആളുകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് നിയമങ്ങളുണ്ട്. അതെന്താണ്, കുട്ടികൾ എന്ന് പറയുന്നത് അവർക്ക് ഇൻഫോംഡ് കൺസെന്റ് കൊടുക്കാൻ പറ്റൂല, കൺസെന്റിന്റെ പ്രായം 18 ആണ് എന്നൊക്കെ പറയുന്ന അവരുടെ വാദപ്രകാരം കാലഹരണപ്പെട്ടു പോയ കുറെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്ക് വേണ്ടിയാണ് എന്ത് ചെയ്തത്, പുരോഗമനവാദിയായിട്ടുള്ള ഇയാള് വാദിച്ചത്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഈ ഒരു പുരോഗമനവാദിയായ ഒരു നമുക്ക് കൃത്യമായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് പീഡോഫിലിയെ എതിർക്കാൻ സാധിക്കും, യാതൊരു സംശയമില്ല. അതിനപ്പുറത്ത് പുരോഗമനവാദം, നിങ്ങൾ പറഞ്ഞ അടിസ്ഥാനങ്ങൾ വെച്ചുകൊണ്ട് ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ അയാൾ പറയുന്നത് വെച്ചാൽ ആയിക്കോട്ടെ, സൊസൈറ്റിയിൽ അങ്ങനെ നിയമങ്ങളുണ്ട്, കൺസെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ധാരണകളുണ്ട്, പക്ഷെ അതെല്ലാം പൊളിച്ചെഴുതണം. അതെ, അതിപ്പോ ഹോമോസെക്ഷാലിറ്റി വിഷയം പറയുമ്പോൾ രണ്ടായിട്ട് സൊസൈറ്റിനെ ഡിവൈഡ് ചെയ്തു. ഒന്ന് ഹെട്രോസെക്ഷൽസും മറ്റൊന്ന് ഹോമോസെക്ഷൽസും. അവിടെ എന്ത് ചെയ്യുന്നു, ഹെട്രോസെക്ഷൽസ് ഉണ്ടാക്കി വെച്ച നിയമങ്ങൾ ഹോമോസെക്ഷൽസിനെ ബാധിക്കുന്ന, അല്ലെങ്കിൽ ഹോമോസെക്ഷൽസിന്റെ അവകാശങ്ങൾ ലംഘിക്കുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഹോമോസെക്ഷൽസ് ഹെട്രോസെക്ഷൽസ് ഉണ്ടാക്കിയ നിയമങ്ങളെ പൊളിച്ച് തിരുത്തി അങ്ങനെ കടന്ന് വിപ്ലവം ഉണ്ടാക്കണം. അതേ വിഷയം എന്ത് ചെയ്യുക, പെഡോഫൈൽസിന്റെ വിഷയത്തിലേക്ക് എടുക്കുക. അപ്പോൾ സൊസൈറ്റിനെ രണ്ടായി ഡിവൈഡ് ചെയ്യണം. അവിടെ ഹോമോസെക്ഷാലിറ്റി ഹെട്രോസെക്ഷൽ വരിക. അവിടെ വരുന്ന ഡിവിഷൻ എങ്ങനെയാണ്, മുതിർന്നവരോട് ലൈംഗികമായ താല്പര്യം തോന്നുന്ന ആളുകളും അഡൾട്ടുകളോട് തോന്നുന്ന ആൾക്കാരും അതേപോലെ തന്നെ കുട്ടികളോട് തോന്നുന്ന ആൾക്കാരും. അവിടെ എന്താണ്, നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ അഡൾട്ടുകളോട് തോന്നുന്ന ആളുകൾ ഉണ്ടാക്കി വെച്ച നിയമങ്ങൾ സ്വാഭാവികമായിട്ടും കുട്ടികളോട് തോന്നുന്ന ആളുകൾ അവരാണ് ബഹുഭൂരിപക്ഷം. സ്വാഭാവികമായിട്ടും ആ ഭൂരിപക്ഷം ആളുകൾ ഉണ്ടാക്കുന്ന നിയമങ്ങൾ ഈ ന്യൂനപക്ഷത്തിന് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ലൈംഗിക ന്യൂനപക്ഷത്തിന് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ അനുഭവത്തിന്റെ പോലത്തെ ഒരുപാട് ആൾക്കാരുടെ ആർഗ്യുമെന്റ് തരുന്നത്, നമ്മൾ പറയുന്ന ആർഗ്യുമെന്റ് അല്ലോ, അത് ലോകത്തൊരു മനുഷ്യനില്ലാത്ത നമ്മൾ അങ്ങോട്ട് ആരോപിക്കുന്ന ആർഗ്യുമെന്റ് അല്ല, കേരളത്തിൽ പോലും മലയാളത്തിൽ എഴുതി സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിപ്പിക്കുന്ന ടൈപ്പ് ഓഫ് ആർഗ്യുമെന്റ്സ് ആണ്. അപ്പോൾ അവരെന്താ പറയുന്നത്, അങ്ങനെ ഉണ്ടാക്കി വെച്ച നിയമങ്ങൾ എന്ത് ചെയ്യണം, തിരുത്തപ്പെടണം, പൊളിച്ചു എഴുതപ്പെടണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഇവർക്ക് അവകാശം ലഭിക്കുള്ളൂ. കാരണം ഒരു കുട്ടി അഡൾട്ടായി കഴിഞ്ഞാൽ ഇവരുടെ ലൈംഗികമായ സാധ്യത ആ കുട്ടിയിൽ അവസാനിക്കുകയാണ്. അഡൾട്ട് അല്ലാത്ത ആളുകളിൽ മാത്രമേ അവർക്ക് സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് തോന്നുന്നുള്ളൂ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഹോമോസെക്ഷൽസിന്റെ അതേ ഇമോഷണൽ ആർഗ്യുമെന്റ്സ് അവിടെ കിടക്കുന്നുണ്ട്. എന്താണ് ഹോമോസെക്ഷൽസിന്റെ ഇമോഷണൽ ആർഗ്യുമെന്റ്സ്? ഇപ്പോൾ നേരത്തെ പറഞ്ഞ തന്നെ ഞങ്ങൾ പിന്നെ എന്താ ചെയ്യേണ്ടത്, ഞങ്ങളുടെ അതേ ലിംഗത്തിൽപ്പെട്ട ആളുകളോടല്ലാതെ ഞങ്ങൾക്ക് ലൈംഗികത്തിൽ ഏർപ്പെടാൻ പറ്റില്ല, അപ്പം ഞങ്ങൾക്ക് ലൈംഗിക ജീവിതം വേണ്ടേ? അതേപോലെ ഇവർ ചോദിക്കുകയാണ്, കുട്ടികളോട് മാത്രമേ ഞങ്ങൾക്ക് ലൈംഗികത്തിൽ ഏർപ്പെടാൻ പറ്റുള്ളൂ.
അപ്പൊ ഞങ്ങൾക്ക് ലൈംഗിക ബന്ധം വേണ്ടെന്നാണ് നിങ്ങൾ പറയണത്. അപ്പോൾ കുട്ടികൾ അഡൾട്ട് ആയാൽ മാത്രമേ ഒരു കൺസേൺ എടുക്കാൻ പറ്റുള്ളൂ. അഡൾട്ട് ആകുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, ഇവരുടെ ലൈംഗിക താല്പര്യത്തിന് അവർ പുറത്തേക്ക് പോവാണ്. കാരണം അഡൾട്ട് അല്ലാത്തൊരു ബോഡിയോട് മാത്രമേ അവർക്ക് താല്പര്യം തോന്നുള്ളൂ. അപ്പൊ അതേ ഇമോഷണൽ ആർഗ്യുമെന്റിനുള്ള ഒരു സ്പേസ്, ഒരു സ്കോപ്പ് അവിടെ കിടക്കുന്നുള്ളതാണ്. ഇതിനു വേണ്ടി സംസാരിക്കുന്ന ഇഷ്ടം പോലെ ആളുകൾ മുമ്പും ഇന്നും ലോകത്തുണ്ടെന്നുള്ളതാണ്. അവരുടെ ആർഗ്യുമെന്റ് എന്ന് വെച്ചാൽ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇത്തരം പഴഞ്ചൻ നിയമങ്ങൾ മാറ്റണം. അതിൽ അവർ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ കുട്ടികളുടെ ലൈംഗികത അടിച്ചമർത്താൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? കുറച്ച് മുതിർന്നവരാണല്ലോ നിയമം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും വയസ്സ് വരെയൊക്കെ സ്വന്തം ലൈംഗിക താല്പര്യങ്ങൾ അടിച്ചമർത്തി വെക്കണം. അത് പ്രകടിപ്പിക്കാൻ പറ്റാതെ കുട്ടികളോട് നിങ്ങൾ ലൈംഗികമായി ചിന്തിക്കരുത് എന്ന് പറയാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? ഇതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഈ നമ്മൾ ചോദ്യമല്ലോ, ഇത് ക്യൂർ തിയറിസ്റ്റുകൾ ചോദിക്കുന്നതാണ്. അത് ക്യൂർ തിയറിയുടെ ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് അതിനുവേണ്ടി ഏറ്റവും കാര്യമായി പണിയെടുത്ത ആളുകൾ, അതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോകളിലൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, കോട്ടിങ്സ് അടക്കം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ചോദിക്കുന്നത്, ഇങ്ങനെ കുട്ടികളുടെ ലൈംഗിക താല്പര്യം അടിച്ചമർത്താൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പിന്നെ ഈ പറഞ്ഞ കൺസെന്റിന്റെ ഏജ് എന്നുള്ളത് ആര് നിശ്ചയിച്ചു? അതുപോലെ തന്നെ അങ്ങനെ നിശ്ചയിക്കാൻ എന്താണ് അടിസ്ഥാനം എന്നൊക്കെ രൂപത്തിലുള്ള ഇത്തരത്തിലുള്ള ആർഗ്യുമെന്റുകളാണ് എന്ത് ചെയ്യുന്നത് ഈ ക്യൂർ തിയറിസ്റ്റുകളായിട്ടുള്ള അല്ലെങ്കിൽ പീഡോഫൈലുകളായിട്ടുള്ള അതിനു വേണ്ടി വാദിക്കുന്ന ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ കാര്യം, അതായത് ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ട്രഡീഷണലായ നിയമങ്ങൾക്ക് വേണ്ടിയല്ല വാദിക്കേണ്ടത്. ഒരു പ്രത്യേകിച്ചും രവിബ്രോനെ പോലുള്ള പുരോഗമനവാദികൾ ചെയ്യേണ്ടത് ട്രഡീഷണലായി അങ്ങനെയാണ്, അല്ലെങ്കിൽ കൺസെന്റിന് ഇങ്ങനെ നിയമം ഉണ്ട് എന്ന് പറയല്ല. നമ്മൾ നിയമങ്ങളൊക്കെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഇൻക്ലൂസീവ് ആകുന്നതിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് രവീന്ദ്രനൊക്കെ സംസാരിക്കേണ്ടത് എന്നുള്ളതാണ്. നമുക്ക് അതിന്റെ ബാക്കി ഭാഗങ്ങൾ കാണാം. അതിൽ വേറൊന്ന്, മറ്റേ നമ്മൾ ഈ ക്യൂർ തിയറിസ്റ്റുകളുടെ കാര്യം പറയുന്ന സമയത്ത് നമ്മൾ അവരുടെ തിയറികൾ പഠിച്ചിരിക്കുമ്പോഴേ അവരുടെ തിയറികളിൽ എന്ത് പോലും ഉണ്ടെന്ന് അറിയോ? അപ്പോൾ അതിൽ മിച്ചൽ ഫുക്കോട്ട് പറയുന്നു. അതേപോലെ തന്നെ മിച്ചൽ ഫുക്കോട്ട് പറഞ്ഞാൽ ഗ്രാൻഡ് ഫാദർ ഓഫ് ക്യൂർ തിയറി എന്ന് പറയുന്ന ആളാണ്. അതേപോലെ തന്നെ ഒരുപാട് ക്യൂർ തിയറിസ്റ്റുകൾ, അഥവാ ഈ തിയറിയും ഈ ഐഡിയയും കൊണ്ടുവന്ന ആളുകൾ. അതിൽ ഒരാളുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഓർക്കുന്നത് എങ്ങനെയാണ്, ഒരു കുട്ടിക്ക് ഞാൻ ഏത് ടോയ് ഉപയോഗിച്ച് കളിക്കണമെന്ന് തീരുമാനിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനവന് കഴിയുമെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, ഞാൻ ആരുടെ മടിയിൽ പോയിരിക്കണമെന്നും ഞാൻ ആരുടെ മുമ്പിൽ വസ്ത്രം അഴിച്ചു നിൽക്കണമെന്നും തീരുമാനിക്കാനുള്ള കപ്പാസിറ്റി ആ കുട്ടിക്കുണ്ട്. അഥവാ ഈ തിയറികൾ കൊണ്ടുവന്നതിന്റെ ബേസ് ഉണ്ടാക്കിയ തിയറിസ്റ്റുകൾ അവരുടെ വ്യൂ, അല്ലെങ്കിൽ ഈ LGBTQ തിയറിയുടെ ബേസ് എന്ന് പറഞ്ഞാൽ അത് ഈ പെഡോഫൈലിയനെ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അതിനെ കൂടി അതേപോലെ തന്നെയാണ് ഈ മൃഗരതിക്കാർ പറയുന്നത് വെച്ചാൽ, നമ്മൾ ബന്ധപ്പെടുമ്പോൾ മൃഗങ്ങൾക്ക് സുഖമുണ്ടാകുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അതെ, സുഖമുണ്ടാകുന്നുണ്ട് എന്ന് എന്തുണ്ട് പഠനങ്ങളുണ്ട്. അതേപോലെ തന്നെ പിന്നെ കൺസെന്റ്, മൃഗങ്ങളെ കൺസെന്റിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. നമ്മൾ ചിക്കനും ബീഫൊക്കെ വാങ്ങുമ്പോൾ കൺസെന്റ്, നിന്നെ അറക്കാനുള്ള ഇൻഫോംഡ് കൺസെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടല്ലേ നമ്മൾ അറക്കാറുള്ളത്. അപ്പോൾ അറക്കാൻ പോലും കൺസെന്റ് വേണമെങ്കിൽ പിന്നെ ഈ പറഞ്ഞ ലൈംഗിക കൺസെന്റ് അത് കുറച്ചും കൂടി ലോജിക്കലാണ്. അപ്പോ ഇതാണ് ഇവരുടെ ഒരു വാദങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. നമുക്ക് ബാക്കി, നിങ്ങൾക്ക് താല്പര്യം തോന്നി, നിങ്ങൾക്ക് പലതിനോടും താല്പര്യം തോന്നും. ഈ താല്പര്യങ്ങൾ ഒരു സിവിലൈസ്ഡ് ഹ്യൂമൻ ബീയിങ് എന്നുള്ള നിലയിൽ റെഗുലേറ്റ് ചെയ്യാനായിട്ടുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. താരപ്പത് പറയുന്നത് നിങ്ങളുടെ ഇച്ഛകൾ, നിങ്ങളുടെ താല്പര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു ബാധ്യത മനുഷ്യനുണ്ട്. ആര്? ഒരു മനുഷ്യന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാണ് വേണ്ടത്, അല്ലാതെ നിങ്ങൾ പിന്നെ ബന്ധനങ്ങളിൽ കുരുങ്ങല്ല വേണ്ടത്. സെറ്റ് ഫ്രീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്യാപ്ഷൻ ഇടുന്ന ആൾക്കാരാണിത്. അതായത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് ക്യാപ്ഷൻ ഇടുന്ന ആൾക്കാർ പറയാണ് റെഗുലേറ്റ് ചെയ്യാനുള്ള റെഗുലേറ്റ് ചെയ്യാം. ഞങ്ങൾ ഇതേ വാദമാണ് കേട്ടോ ഹോമോസെക്ഷാലിറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. അതായത് ശരിയാണ്, നിങ്ങൾക്ക് ചിലപ്പം ചില ആളുകൾക്ക് ഹോമോസെക്ഷൽ തോട്ട്സ് ഉണ്ടാവും, പക്ഷേ ആ തോട്ട്സ് ഉണ്ടാവുന്നു എന്നുള്ളത് നിങ്ങളുടെ കുറ്റമല്ല, മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, അത് ധാർമ്മികതയുടെ ഇക്വേഷൻ അവിടേക്ക് ബാധകമാക്കി. അത് ദൈവത്തിന്റെ കൽപ്പന എന്നുള്ളതിലപ്പുറം അത് നമ്മൾ വളരെ ഗൗരവമായിട്ട് പറയുന്നതിനൊപ്പം തന്നെ ദൈവത്തെ തീരെ അത്തരത്തിലൊന്നും പരിഗണിക്കാത്ത ആളുകൾക്ക് പോലും അതിന്റെ കാരണങ്ങൾ ഒരുപാട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. രോഗം വരുന്നത് പോലെ, STDകൾ, സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ് വരുന്ന പോലെ അവർക്കൊരു കുടുംബം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതുപോലെ തന്നെ അവിടെ ഒരു ജനറേഷൻ അവിടെ അവസാനിക്കുന്നു, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ജനസംഖ്യയുടെ പ്രശ്നം പോലത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കതിൽ കാണാൻ കഴിയും. അതൊക്കെ സൂചിപ്പിച്ചോണ്ടാണ് പറയുന്നത് നിങ്ങളുടെ താല്പര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യാനുള്ള ബാധ്യത നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ റെഗുലേറ്റ് ചെയ്യാൻ പറയുന്നത് സ്വാതന്ത്ര്യത്തിന്റെയും സ്വതന്ത്ര ചിന്തയുടെ ആളുകൾ പറയണം ഇപ്പൊ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞതിന് തന്തമായി ബാക്കി ആൾക്കാരാണ്. നിങ്ങൾക്ക് ചിലപ്പോ മൃഗരതിയിലൊക്കെ പോകുന്നുണ്ട്. മൃഗരതിയും കുറ്റകരമാണ്. മൃഗരതി തോന്നിയെന്ന് പറഞ്ഞാൽ തോന്നി എന്നുള്ളതിനെ നിങ്ങളെ അക്കാര്യത്തിൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അത് ആക്ച്വലി യു ഡോണ്ട് ഹാവ് മച്ച് ടു സേ, ഓർ നിങ്ങൾ അങ്ങനെ ഡിസൈഡ് ചെയ്യുന്നതല്ല, നിങ്ങൾക്ക് അങ്ങനെ തോന്നി. പക്ഷെ തോന്നൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടൽ കോർട്ടെക്സ് ഉപയോഗിച്ചുകൊണ്ട് സിവിലൈസേഷന്റെ ഇക്വേഷൻസ് മനസ്സിലാക്കിക്കൊണ്ട്, സോഷ്യൽ ഇക്വേഷൻസ് മനസ്സിലാക്കിക്കൊണ്ട്
അതേതാ ഇക്വേഷൻ? സിവിലൈസേഷന്റെ സോഷ്യൽ ഇക്വേഷൻ മനസ്സിലാക്കണം എന്ന് എന്നുള്ളതാണ്. വെച്ചാൽ സമൂഹത്തിലെ നിലവിലുള്ള നിയമത്തിനനുസരിച്ച് ജീവിക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. അല്ല, ആരാ അത് പറയുന്നത്? അതായത് ട്രഡീഷണൽ വാല്യൂസിന് വേണ്ടി വാദിക്കുകയാണ് ആര്? ഒരു പുരോഗമനവാദി. ഇതിപ്പോ നല്ല ഈ രസം. ഇക്വേഷൻ പുറത്തുവിട്ടാൽ രവിസാർക്ക് ഒരു നോബൽ പ്രൈസിനുള്ള ഒരു അവസരം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾ റെഗുലേറ്റ് ചെയ്യണം. റെഗുലേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ സമൂഹം റെഗുലേറ്റ് ചെയ്യും. മനസ്സിലായില്ലേ? അതാണ് ആ ശിക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം അതായത് ഭൂരിപക്ഷം ന്യൂനപക്ഷത്തിനെ റെഗുലേറ്റ് ചെയ്യും. yes. അതായത് ലൈംഗിക ന്യൂനപക്ഷങ്ങളെ ഭൂരിപക്ഷം റെഗുലേറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. വലിയ കാര്യമായി പറയാണ്. ഈ പിഡോഫീലിയ എന്ന് പറയുന്ന സംഗതി കൊണ്ട് മൊത്തത്തിൽ സമൂഹത്തിൽ പ്രശ്നങ്ങളാണ്. അതിനിരയാകുന്നവർക്ക് പ്രശ്നങ്ങളാണ്. അതിനിരയാകുന്നവർക്ക് പ്രശ്നങ്ങളില്ലെങ്കിലും അവർക്ക് പിന്നീട് ഇതിന്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കിയാൽ അത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് തടയാനായിട്ട് ഒരു കറക്റ്റീവ് മെഷേഴ്സ് എന്ന നിലയിലാണ് നിയമം വരുന്നത്. ആ നിയമം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിയമത്തെ പാലിക്കുക. ലോ അബൈഡിങ് സിറ്റിസൺ ആവുക. ഈവൻ ഇഫ് യു ഫീൽ നിങ്ങൾ യു ഹാവ് ടു കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് കൺസിസ്റ്റന്റ്ലി, നോട്ട് ഇൻ ഈ ലോ ഒബേയിങ് സിറ്റിസൺസ് ആയിട്ട് ആളുകൾ 1950 മുതലോ 40 മുതലോ ഒക്കെ ജീവിക്കുകയാണെങ്കിൽ ഇപ്പൊ ഇന്ന് ഹോമോസെക്ഷാലിറ്റി പോലും നിയമവിധേയമാവില്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ അതെ പറ്റുന്നത്. അതെ. അപ്പം ഇവർ പറയുന്നത് എന്താ വെച്ചാൽ വളരെ എന്താ പറയാ, വളരെ ട്രഡീഷണൽ ആയിട്ട് സംസാരിക്കുകയാണ്. ഇപ്പൊ ഈ പറഞ്ഞ ലൈംഗിക ന്യൂനപക്ഷങ്ങളെ കുറിച്ച്, അവരെ ഭൂരിപക്ഷം അടിച്ചമർത്തുന്നതിനെ കുറിച്ചൊക്കെ വലിയ എക്സേ പറഞ്ഞ ആൾക്കാർ ഇപ്പൊ പറയാണ് നിങ്ങൾ ഭൂരിപക്ഷത്തിന്റെ നിയമത്തിനനുസരിച്ച് എന്ത് ചെയ്താൽ നിന്നാ മതി എന്നുള്ളതാണ്. അപ്പോൾ മറ്റേ ലോജിക് ഒക്കെ അതെ, മാറ്റി പോയി വെക്കുക. നിയമങ്ങൾ നിങ്ങൾ തിരുത്തണം, മാറ്റണം കൃത്യമായി എന്നുള്ളത് പോയി. അനുസരിച്ച് നല്ല കുട്ടികളായി എന്ത് ചെയ്യുക, ഭൂരിപക്ഷത്തിന്റെയും അതുപോലത്തെ നിയമത്തിനൊക്കെ അനുസരിച്ച് ജീവിച്ചാൽ മതി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും ഒരു ഇൻകൺസിസ്റ്റൻസിയാണ് ശരിക്കും ഇവിടെ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത്. കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഒരു പോയിന്റ് ആഡ് ചെയ്യാനുള്ളത് നേരത്തെ പറഞ്ഞതിലൂടെ നമ്മൾ ഈ ഗേകളുടെ ക്യാരക്ടേഴ്സ് എടുത്ത് പരിശോധിക്കുന്ന സമയത്ത്, അഥവാ ഈ ഒരു ഹോമോസെക്ഷാലിറ്റി റൈറ്റ് ഒക്കെ ആയിട്ട് റൈസ് ചെയ്യാൻ തുടങ്ങിയ സമയം, ആ സമയത്ത് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പറയാറുണ്ടോ DSM-ന്റെ 2-ൽ നിന്ന് DSM 2-ൽ നിന്ന് ഹോമോസെക്ഷാലിറ്റിനെ ഒരു വൈകൃതമാക്കിയതൊക്കെ എടുത്ത് ഒഴിവാക്കി എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൊക്കെ ആ സമരങ്ങളൊക്കെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ സമരങ്ങളൊക്കെ ലീഡ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉള്ള കുറേ ക്യൂർ തിയറിസ്റ്റുകളാണ്. ആ ക്യൂർ തിയറിസ്റ്റുകളുടെ ഒപ്പീനിയൻ നമ്മൾ പറഞ്ഞു, അവർ പെഡോഫീലിയക്ക് അനുകൂലമാണ്. അതേപോലെ തന്നെ ആ ഒരു പ്രൊട്ടസ്റ്റുകൾ അല്ലെങ്കിൽ ആ ഒരു സമരങ്ങൾ അതിനെ ലീഡ് ചെയ്തിരുന്ന കുറേ ആളുകളുണ്ട്, അല്ലെങ്കിൽ കുറേ ഓർഗനൈസേഷൻസ് ഉണ്ട്. അതിൽ ചിലതാണ് ഈ ആംബ്ല എന്നൊക്കെ പറയുന്ന ഓർഗനൈസേഷൻസ്. ആംബ്ല എന്ന് പറഞ്ഞാൽ അമേരിക്കൻ മാൻ ബോയ് ലവേഴ്സ് അസോസിയേഷൻ ആണ്. അതുപോലെ തന്നെ നാംബ്ല എന്ന് പറഞ്ഞാൽ നോർത്ത് അമേരിക്കൻ മാൻ ബോയ് ലവേഴ്സ് അസോസിയേഷൻ ആണ്. അഥവാ ഈ സമരങ്ങൾ ലീഡ് ചെയ്തിരുന്ന ഓർഗനൈസേഷനുകൾ എന്ന് പറഞ്ഞാൽ അവർ മാൻ ബോയ് ലവേഴ്സ് അസോസിയേഷൻ ആണ്. അഥവാ ഗേകളോ ഹോമോസെക്ഷുവാലിറ്റി മാത്രമുള്ള ആളുകളോ അല്ല, എന്നാൽ മാൻ ബോയ് കൂടിയാണ്, അഥവാ പെഡോഫൈലുകൾ കൂടിയാണ്. അപ്പം ഇത് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന ഒരേ ലോജിക്കിൽ നിന്ന് വരുന്ന ഒരേ ആർഗ്യുമെന്റിന്റെ 2 ഭാഗമായിട്ടുള്ള കാര്യമാണെന്ത്? പെഡോഫീലിയ എന്ന് പറയുന്നതും ഹോമോസെക്ഷാലിറ്റി എന്ന് പറയുന്നതും. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇപ്പോൾ ആദ്യം ലെസ്ബിയനിസം ഒന്നും അല്ല വന്നത്. ആദ്യം വരുന്നത് ഈ ഗേയ്സും തന്നെയാണ്. അല്ലെങ്കിൽ ഗേ എന്ന് പറയുന്ന ഒരു നീഡ് വന്നതിന് ശേഷം പിന്നെയാണ് ലെസ്ബിയൻ എന്ന് പറയുന്ന നീടൊക്കെ വരുന്നത്. അത് ചരിത്രപരമായ പുരുഷനൊക്കെ മനസ്സിലാക്കുമല്ലോ. അപ്പോൾ ഈ സമയത്ത് ഒരു പുരുഷൻ വന്ന് ഞങ്ങൾക്ക് ഒരു പുരുഷനോട് ബന്ധപ്പെടാനോ പുരുഷനെ ലൈംഗിക പങ്കാളിയായിട്ട് ചൂസ് ചെയ്യാനുള്ള അവകാശം ഉണ്ടെന്നല്ല ആദ്യം പറഞ്ഞത്. അല്ലെങ്കിൽ അത് മാത്രമല്ല ആദ്യം പറഞ്ഞത്, ഒരു പുരുഷനെ ഞങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള അവകാശം പോലെ തന്നെ ഒരു ബോയിനെ, ഒരു ആൺകുട്ടിയെയും ചൂസ് ചെയ്യാനുള്ള അവകാശം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത്രയാണ് മൊത്തത്തിൽ പറയാനുള്ളത്. ഇവിടെ മൂപ്പര് പ്രശ്നവൽക്കരിച്ച് പറഞ്ഞ മൃഗരതി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ശിശുരതി ആയിക്കോട്ടെ, ഇതിന് അതിൻ്റെ ആളുകൾ, അത് ആവശ്യമുള്ള ആളുകൾ, മൃഗരതി പോലും ലോകത്ത് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് രാജ്യങ്ങളിലേക്ക് പ്രശ്നരഹിതമായി, അല്ലെങ്കിൽ ഗവൺമെൻറ് വളരെ സീരിയസ് ആയിട്ടൊന്നും പരിഗണിക്കാത്ത മൃഗരതി ഇങ്ങനെ കുറേയൊക്കെ ഇങ്ങനെ നടത്താനൊക്കെ പറ്റുന്ന പല രാജ്യങ്ങളിലേക്കും ആളുകൾ വിസ എടുത്ത് ട്രാവൽ പോലും ചെയ്യാറുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊക്കെ വിശാലമായി ലോകത്ത് ഈ ഒരു പൊളിറ്റിക്സ് കൊണ്ട് നടക്കുന്ന, ഈ ഒരു ആശയം കൊണ്ട് നടക്കുന്ന ആളുകൾ പ്രവർത്തിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്ന മൃഗരതിയും ശിശുരതിയൊക്കെ പോലത്തെ കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ അത് അവർ ന്യായീകരിക്കാൻ എന്തൊരു ലോജിക്കാണോ ഉപയോഗിക്കുന്നത്, കേരളത്തിൽ പോലും അത്ര ആളുകളുണ്ട് നേരത്തെ പറഞ്ഞല്ലോ, അതേ ലോജിക്ക് തന്നെയാണ് ഹോമോസെക്ഷാലിറ്റി ന്യായീകരിക്കാൻ ഉപയോഗിക്കുന്നത്. നേരെ തിരിച്ചു പറഞ്ഞാൽ ഹോമോസെക്ഷാലിറ്റി ന്യായീകരിക്കാൻ ഉപയോഗിക്കുന്ന അതേ ലോജിക്ക് വെച്ചിട്ട് അവർക്ക് ഈ പെഡോഫീലിയ പോലെ തന്നെ സൂഫീലിയ പോലെ തന്നെ കാര്യങ്ങൾ ന്യായീകരിക്കാൻ പറ്റുന്നുള്ളതാണ്. അതിലെ പ്രശ്നങ്ങൾ നമ്മൾ സൂചിപ്പിക്കുന്ന സമയത്ത് എല്ലാ പ്രശ്നങ്ങളും എല്ലാത്തിനും ബാധകമാവുന്നതാണ്. അത്രയാണുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത റീലുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.